ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വേനൽ ചൂടിൻ്റെ ക്ഷീണവും അതുപോലെ നോമ്പിൻ്റെ ക്ഷീണവും ഒക്കെ അകറ്റാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ് ചിക്കു മിൽക്ക് ഷേക്ക്. വെറും 2 മിനിറ്റ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 5 അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ചിക്കുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ചിക്കു നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറുപഴം കൂടി ചേർത്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കു മിൽക്ക് ഷേക്ക് സാധാരണയായിട്ട് കുടിക്കുന്ന ടൈമിൽ ചുണ്ടിലൊക്കെ ഒരു പശ പോലെ ഒട്ടിപ്പിടിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുപഴം ചേർക്കുന്നത്. ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 2 കപ്പ് തണുപ്പിച്ചെടുത്ത മിൽക്ക് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 3 ഏലക്കയുടെ സീഡ് കൂടി ഇട്ട് കൊടുത്തിട്ട് ജാർ അടച്ചു വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. വെറും 1 മിനിറ്റ് മാത്രം മതി. പിന്നെ ചിക്കു എടുക്കുന്ന ടൈമിൽ നന്നായിട്ട് പഴുത്ത ചിക്കു തന്നെ എടുക്കാൻ നോക്കുക. അതുപോലെ പഴം ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഷേക്കിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ഷേക്ക് ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് അരിച്ചെടുക്കില്ല, കാരണം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് നമ്മൾ ഇത് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറീസിൻ്റെ പീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ റംസാനിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള മിൽക്ക് ഷേക്ക് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന റംസാൻ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.